ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ലെജൻസ് ദാറ്റ് എക്കോ മലബാർ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 30ാമത്തെ കഥയായ കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം എന്നതാണ്. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നിങ്ങൾക്ക് ചിലതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഒരു റിഫ്രഷർ എന്ന രീതിയിൽ കുറച്ച് വിവരങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനപ്പുറം തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനാണ് കുഞ്ചൻ നമ്പ്യാർ. അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ട് അദ്ദേഹം അനുഗ്രഹീതനായിരുന്നു. വാക്കുകൾ അദ്ദേഹത്തിന്റെ നാവിൽ നൃത്തം ചെയ്യുമായിരുന്നു അത്രേ. കേരളീയത, സാധാരണക്കാരുടെ ഭാഷ എന്നീ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ജനകീയ കവിയെന്നും അറിയപ്പെട്ടിരുന്നു. 1705 മുതൽ 1770 വരെ, അതായത് 1705 ടു 1770 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം. ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുരിശുമംഗലം എന്ന സ്ഥലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 400 വർഷത്തിലധികം പഴക്കമുള്ള അദ്ദേഹം ജനിച്ച ഭവനം ഇപ്പോഴുമുണ്ട്. ഈ വീടിനോട് ചേർന്ന് ഒരേ കോമ്പൗണ്ടിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരകവും ഉണ്ട്. അദ്ദേഹം വളർന്നത് കിള്ളിക്കുരിശുമംഗലത്തെ ഈ വീട്ടിലാണ്. 18 വയസ്സായതോടുകൂടി അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ നാടായ കിടങ്ങൂരിലേക്ക് താമസം മാറി. അതിനുശേഷം അവിടെ ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി വളരെ കാലം ജീവിച്ചു. ചെമ്പകശ്ശേരി രാജ്യത്തിന്റെ ആസ്ഥാനം അമ്പലപ്പുഴ ആയിരുന്നു എന്ന കാര്യം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ. കുഞ്ചൻ നമ്പ്യാർ ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്ന കാലത്താണ് തുള്ളൽ കൃതികൾ മിക്കതും എഴുതപ്പെട്ടത് എന്ന് കരുതുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ജോലി. മിഴാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വലിയ ഒരു കുടം പോലെ ഇരിക്കും, ഒരു ചെറിയ വായൊക്കെയായി. ആ മിഴാവ് വായിക്കുന്ന ജോലിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർക്ക്. ഒരിക്കൽ മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർക്ക് ഉറക്കം വരികയും താളം പിഴയ്ക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്ത് വെച്ച് തന്നെ കുഞ്ചൻ നമ്പ്യാരെ പരിഹസിച്ച് ശകാരിച്ചു. അത് അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച പുതിയ കലാരൂപമാണ് തുള്ളൽ എന്നാണ് പറയുന്നത്. തുള്ളലിന്റെ പൂർവ്വരൂപങ്ങൾ നമ്പ്യാർക്ക് മുമ്പ് തന്നെ നിലവിൽ നിന്നിരുന്നു എന്നതിനും തെളിവുണ്ട്. എന്നാൽ തുള്ളലിനെ ഒന്നാംകിട കലാരൂപമായി വികസിപ്പിച്ചെടുക്കുവാനും അതിന് പരക്കെ അംഗീകാരം നേടിയെടുക്കുവാനും നമ്പ്യാർക്ക് കഴിഞ്ഞു. ഓട്ടംതുള്ളൽ ആകർഷകമായ വേഷമണിഞ്ഞ് പാട്ടുപാടി ലളിതമായ അഭിനയമാണുള്ളത്. വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിത ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഓട്ടംതുള്ളൽ പ്രസിദ്ധമായപ്പോൾ ചാക്യാർകൂത്ത് കാണാൻ ആളില്ലാതെയായി. അതോടെ ചാക്യാർ ചെമ്പകശ്ശേരി രാജാവിനോട് സങ്കടം പറയുകയും അദ്ദേഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തുള്ളൽ നിരോധിക്കുകയും ചെയ്തു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വീണ്ടും തുള്ളൽ അവതരിപ്പിച്ചു തുടങ്ങിയത് 2000-ലോ മറ്റോ ആണ്. ഓട്ടംതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ 3 തരം തുള്ളലുകളാണ് ഉള്ളത് കേട്ടോ. ഇവരുടെ കോസ്റ്റ്യൂമും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുഞ്ചൻ നമ്പ്യാർ കൊട്ടിയിരുന്ന മിഴാവ് ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ ജീവിക്കുന്ന കാലത്ത് 1746, അതായത് 1746, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തു. അതിനെ തുടർന്ന് കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം ആദ്യം മാർത്താണ്ഡവർമ്മയുടെയും അതിനുശേഷം ശ്രീ കാർത്തിക തിരുനാളിൻ്റെയും, അതായത് ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവിൻ്റെയും ആശ്രിതനായി ജീവിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര. അതിനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ രാജാവ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുതിയതായ ഒരു ദീപസ്തംഭം നിർമ്മിച്ചു. വിളക്കിന്റെ കൊത്തുപണികളൊക്കെ കണ്ട് രാജാവ് വളരെയധികം സന്തുഷ്ടനായി. ആ ദീപസ്തംഭത്തെ വർണ്ണിച്ച് കഥകളുണ്ടാക്കാൻ അദ്ദേഹം കൊട്ടാരം കവികളോട് കൽപ്പിച്ചു.
അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വർണ്ണനകൾക്ക് അദ്ദേഹം പാരിതോഷികം നൽകുകയും ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നമ്പ്യാരുടെ ഊഴം വന്നു. ഇദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഇത് പറഞ്ഞത്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. രാജാവിനെ തിരുത്തുന്നത് പോലെയായിരുന്നു അത്. കുഞ്ചൻ നമ്പ്യാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് രാജാവിന് നന്നായി മനസ്സിലാവുകയും ചെയ്തു. ഇതാണ് കുഞ്ചൻ നമ്പ്യാരുടെ രീതി. നമ്മളിന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന പലതും കുഞ്ചൻ നമ്പ്യാർ കൃതികളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പലപ്പോഴും അത് നമ്മൾക്കറിയത്തില്ല എന്നേ ഉള്ളൂ. ഉദാഹരണത്തിന്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ലോകത്തിൽ, ആശാന് അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്, കണ്ണട ചിരുട്ടാക്കി നടന്നാൽ താൻ മറിഞ്ഞു കുണ്ടിൽ വീഴും, അണ്ടിയോടടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, കുരയ്ക്കും പട്ടി കടിക്കില്ല, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടില്ലേ? ഇതെല്ലാം കുഞ്ഞൻ നമ്പ്യാരുടെ കൃതികളിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണെന്ന് നമ്മൾക്കറിയില്ല, അല്ലേ? ഇനി നമ്മൾക്ക് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് കേൾക്കാം. കഥ ഇവിടെ തുടങ്ങുന്നു. കഥ തുടങ്ങുന്നത് ഒരു പാവം നമ്പൂതിരിയിൽ നിന്നാണ്. അദ്ദേഹത്തിന് 4 5 പെൺകുട്ടികളായിരുന്നു. അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് നിവൃത്തിയില്ലാത്തതിനാൽ വല്ലവരെയൊക്കെ കണ്ട് യാചിച്ച് കുറച്ച് പണം സമ്പാദിക്കാമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം സ്വദേശത്ത് നിന്ന് പുറപ്പെട്ടു. വന്നേരി ദേശക്കാരൻ എന്നാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട്, കൊച്ചി, അമ്പലപ്പുഴ, തിരുവിതാംകൂർ അങ്ങനെ പല രാജ്യങ്ങൾ സഞ്ചരിച്ച് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ മുതലായവരെ കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടിയ ഏതാനും പണവുമെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഒരു ദിവസം ഉച്ചയോടടുത്ത് കിള്ളിക്കുറിശിമംഗലത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നും വെയിലുകൊണ്ടും വളരെ ക്ഷീണിതനായിരുന്നു. കിള്ളിക്കുറിശിമംഗലത്ത് ഒരു ക്ഷേത്രത്തിന് പുറത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉച്ചപൂജയെ മറ്റും കഴിഞ്ഞോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചു. അത് കേട്ട ശാന്തിക്കാരൻ, ഉച്ചപൂജ കഴിഞ്ഞു, എന്നാലും വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരി ഓടിപ്പോയി കുളക്കടവിൽ ചെന്ന് വസ്ത്രമെല്ലാം അഴിച്ചുവെച്ച് വെള്ളത്തിൽ കുളിക്കാനായി ഇറങ്ങി. അദ്ദേഹം അഴിച്ചുവെച്ച വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മടിശീലയും ഉണ്ടായിരുന്നു. മടിശീല എന്ന നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരുപക്ഷെ നമുക്ക് വാളറ്റെന്നോ പേഴ്സെന്നോ ഒക്കെ പറയാം. അതും എടുത്ത് അദ്ദേഹം കുളക്കടവിൽ വെച്ചിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ വെച്ചിരുന്ന മടിശീല കാണുന്നില്ല. അദ്ദേഹത്തിന് എത്രമാത്രം വിഷമമുണ്ടായെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ മടിശീലയിലുണ്ടായിരുന്ന പണം കൊണ്ട് 2 3 പെൺമക്കളെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടാം എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. അത് കാണാതായതോടുകൂടി അദ്ദേഹത്തിന്റെ വിശപ്പവും ദാഹവും മാത്രമല്ല, പാതി പ്രാണനും പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് തിരിച്ച് അമ്പലത്തിലെത്തി നടന്നതെല്ലാം പറഞ്ഞു. എന്തായാലും ശാന്തിക്കാരൻ പറഞ്ഞു, നടന്നത് നടന്നു, എന്തായാലും കുറച്ച് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആഹാരം കൊടുത്തു. ചോറ് വിളമ്പി. വിശപ്പും ദാഹവും ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം എന്തൊക്കെയോ വാരി കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് അവിടെ നിന്ന് പോയി. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ നമ്പൂതിരി യഥാപൂർവം ദേശസഞ്ചാരത്തിനായി ഇല്ലത്ത് നിന്ന് വീണ്ടും പുറപ്പെട്ടു. പല സ്ഥലങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങി അവസാനം വീണ്ടും അദ്ദേഹം കിള്ളിക്കുറിശിമംഗലത്ത് എത്തി. അന്നത് വൈകുന്നേരമായിരുന്നു. അമ്പലത്തിലെത്തിയ അദ്ദേഹം ശാന്തിക്കാരനോട് തനിക്കും കൂടി അത്താഴം വേണമെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പണ്ടത്തെ കാര്യം ഓർക്കുകയും, ഓഹോ, അത്താഴം തരാമല്ലോ, ഇന്നും മടിശീല കുളിക്കടവിൽ വെച്ച് മറക്കോ വല്ലതും ചെയ്തോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അത്താഴം കഴിഞ്ഞപ്പോൾ നമ്മുടെ വന്നേരിക്കാരൻ നമ്പൂരി, ഇപ്പോൾ സമയം നന്നായി ഇരുട്ടി, എനിക്ക് ഉറങ്ങാൻ ഏതെങ്കിലും ഒരു സ്ഥലം ഇവിടെ എങ്ങാനും ഉണ്ടാവുമോ എന്ന് ശാന്തിക്കാരനോട് ചോദിച്ചു. ഈ അമ്പലത്തിലെ ശാന്തിക്കാരൻ തിരുവിതാംകൂറിലെ ഏറ്റുമാനൂർ താലൂക്കിൽ കിടങ്ങൂർ ദേശത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അവിടെ കലക്കത്ത് എന്ന ഒരു മഠത്തിൽ സംബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വന്നേരിക്കാരനായ നമ്പൂരിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കലക്കത്ത് ഭവനത്തിലെത്തിയ ഇവരെ കുടുംബത്തിലെ സ്ത്രീകൾ സ്വീകരിക്കുകയും ഉറങ്ങാനുള്ള സാമാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ അമ്പലത്തിലെ ശാന്തി കലക്കത്ത് കുടുംബത്തിലെ സ്ത്രീകളോട് ഈ നമ്പൂതിരിയുടെ കഥ പറഞ്ഞു. മടിശീല കാണാതെ പോയ കാര്യവും 4 5 പെൺകിടാങ്ങളുണ്ടെന്നും അവരെ വേളി കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് താനിങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നതെന്നുമൊക്കെ നമ്പൂരിയും പറഞ്ഞു. ആ കൂട്ടത്തിൽ താൻ കുളിക്കടവിൽ മടിശീല വെച്ചു മറന്ന കഥയും അദ്ദേഹം പ്രസ്താവിച്ചു എന്ന് പറഞ്ഞല്ലോ. മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ ശാന്തികരൻ നമ്പൂരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിക്കുകയും
വന്നേരിക്കരൻ നമ്പൂതിരി എല്ലാം വിസ്തരിച്ചു പറയുകയും ചെയ്തു. ഉടനെ തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ മടിശീല എടുത്തുകൊണ്ട് വന്നു. "ഇതാണോ അവിടുത്തെ മടിശീല?" എന്ന് ചോദിച്ചു. ഇത് കണ്ട വന്നേരിക്കാരൻ നമ്പൂരി വളരെ സന്തുഷ്ടനായി. "ഇത് തന്നെയാണ് എന്റെ മടിശീല. ഞാൻ കെട്ടിയ കെട്ട് അഴിച്ചിട്ട് കൂടി ഇല്ലല്ലോ" എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വന്നേരിക്കാരൻ നമ്പൂരി മടിശീല കുളക്കടവിൽ അഴിച്ചു വെച്ചിട്ടാണ് കുളത്തിലിറങ്ങിയത് എന്ന്. അദ്ദേഹം കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു. കുളിക്കഴിഞ്ഞതിന് ശേഷം മടിശീല തപ്പി നടന്ന നമ്പൂരി ഈ ചാണകത്തിന്റെ അടിയിൽ മടിശീല ഉണ്ടാകുമെന്ന് കരുതിയില്ല. അദ്ദേഹം ചാണകത്തിന് ചുറ്റും തപ്പി. പക്ഷേ അതിന്റെ അടിയിൽ മടിശീല ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഓർക്കുക, പണ്ടത്തെ വീടുകളൊക്കെ ചാണകം മെഴുകിയതായിരുന്നുവല്ലോ. അതിനാൽ ഈ ചാണകം എടുത്തുകൊണ്ട് പോയ ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരന്റെ ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് ഈ ചാണകത്തിനുള്ളിൽ ഇരുന്ന മടിശീല കണ്ടത്. അതപ്പോൾ തന്നെ അവർ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു മാറ്റിവെച്ചു. എന്നെങ്കിലും ഉടമസ്ഥൻ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് കേട്ട നമ്മുടെ വന്നേരിക്കാരൻ നമ്പൂരി പണത്തിന്റെ പകുതി നമ്പൂരിക്ക് ഭാര്യയ്ക്ക് കൊടുത്തു. അവരത് സ്വീകരിച്ചില്ല. "ഇത് എന്റെയല്ല, ഇത് അങ്ങയുടെയാണ്. ഇതിൽ നിന്ന് പണം എടുക്കണമായിരുന്നുവെങ്കിൽ എനിക്ക് പണ്ടേ എടുക്കാമായിരുന്നു. ഇത് മുഴുവനായും താങ്കളുടെയാണ്" എന്ന് പറഞ്ഞ്, "എനിക്ക് പ്രതിഫലമായി പോലും ഒന്നും വേണ്ട" എന്നും പറഞ്ഞ് എല്ലാ പണവും തിരിച്ച് നമ്പൂരിയെ തന്നെ ഏൽപ്പിച്ചു. ഈ പണം കിട്ടിയ നമ്പൂരിയുടെ സന്തോഷം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം ആ സ്ത്രീയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. "അടുത്ത ആണ്ടിൽ തന്നെ നിങ്ങൾക്ക് അതിയോഗ്യനായ പുത്രനുണ്ടാവുമെന്ന്" പറഞ്ഞു. പിന്നീട് ആ സ്ത്രീ ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം എന്ന കഥയിൽ നമുക്കായി എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥയിലൂടെ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുക, അതിന് ഫലം നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും കിട്ടും എന്നാണ് എന്ന് തോന്നുന്നു. എന്തായാലും മോറൽ ഓഫ് ദി സ്റ്റോറി വളരെ നല്ലത് തന്നെ. ഇനി നമുക്ക് തിരിച്ച് കുഞ്ചൻ നമ്പ്യാരിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വളർന്ന വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു കുഞ്ചൻ നമ്പ്യാർ സ്മാരകമുണ്ടെന്ന്. അദ്ദേഹം ഏറെക്കാലം ചിലവഴിച്ച അമ്പലപ്പുഴയിലും കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലും പരന്നു കിടക്കുന്ന 200 ഹെക്ടറോളം വരുന്ന ഭൂമി കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മയ്ക്കായി കുഞ്ചൻ സ്മൃതിവനം എന്ന നാമകരണത്തോടെ ഉണ്ട്. 1770 അതായത് 1770 കുഞ്ചൻ നമ്പ്യാർ മരണപ്പെടുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പേപ്പട്ടി വിഷബാധയേറ്റാണ് അദ്ദേഹം മരിച്ചത് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത തവണ നിങ്ങൾക്ക് പാലക്കാട് പോകാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ കിള്ളിക്കുറിശി മംഗലത്ത് തീർച്ചയായിട്ടും പോകണം. അദ്ദേഹത്തിന്റെ സ്മാരകവും അദ്ദേഹം ജനിച്ചു വളർന്ന വീടുമൊക്കെ ആർക്കും എപ്പോ വേണമെങ്കിലും കയറി കാണാമെന്ന രീതിയിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 400 വർഷം പഴക്കമുള്ള ഒരു ഭവനമാണത്. അതിന്റെ എല്ലാ പഴമയോടും കൂടി തന്നെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കലാമണ്ഡലം സിലബസിൽ പല നൃത്തരൂപങ്ങളും അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.